നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. വർഗീസിനൊപ്പം ഹാജരാകാൻ ഷാജനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. PK ബിജുവിനെ തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. കരുവന്നൂർ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം ശക്തമാവുകയാണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് ഇന്ന് ഹാജരാകാൻ ED നോട്ടീസ് നൽകി കഴിഞ്ഞിരുന്നു. ഈ മാസം 26-ന് ശേഷം ഹാജരാകാമെന്നായിരുന്നു വർഗീസ് നേരത്തെ ED അറിയിച്ചത്. ഈ ആവശ്യം ED തള്ളുകയും ചെയ്തു. MM വർഗീസ് സ്ഥാനാർത്ഥിയോ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ആളോ അല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ED അറിയിച്ചത്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ പാർട്ടിതല അന്വേഷണ റിപ്പോർട്ട് ED ആവശ്യപ്പെട്ടെങ്കിലും വർഗീസ് അത് കൈമാറിയിട്ടില്ല. വരും ദിവസങ്ങളിലെ കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് ED തീരുമാനം. മുൻ MP PK ബിജുവിനെ ഇന്നലെ ED ചോദ്യം ചെയ്തിരുന്നു. ബിജുവിനെ തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലത്തെ ചോദ്യം ചെയ്യൽ 9 മണിക്കൂറിലേറെ നീണ്ടു നിന്നിരുന്നു. കരുവന്നൂരിലെ പാർട്ടി അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു ബിജു. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ കേസിലെ പ്രതികളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് ബിജുവിൽ നിന്നും ED തേടുന്നത്. CPM തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജനോട് നേരിട്ട് ഹാജരാകാൻ ED നോട്ടീസ് നൽകി കഴിഞ്ഞിരുന്നു. കരുവന്നൂരിലെ തട്ടിപ്പന്വേഷിക്കാൻ CPM നിയോഗിച്ച അന്വേഷണ സമിതി അംഗം കൂടിയായിരുന്നു ഷാജനും. ഏതായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ബിജു നൽകിയ പല കാര്യങ്ങളും, ബിജു നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യം തന്നെയാണ് തിങ്കളാഴ്ച ക്രോസ് ചെക്ക് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പേടിക്കാനുണ്ട് എന്ന് തന്നെയാണ്, CPM-നെ പേടിക്കാനുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഒളിച്ചുകളി നടത്തുന്നതും. പക്ഷേ ഇനി അധികകാലം ഒളിച്ചു കളിക്കാൻ കഴിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നത്.